എവിടെയാണ് ഇറാന്റെ ഇപ്പോഴത്തെ പരമോന്നത നേതാവ്? അമേരിക്കയെയും ഇസ്രായേലിനെയും ഭയന്ന് അദ്ദേഹം ഓടി ഒളിച്ചിരിക്കുകയാണോ? പാശ്ചാത്യ മാധ്യമങ്ങൾ അടക്കം ഈ ചോദ്യം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, സിംഹം അതിന്റെ മടയിലിരിക്കുന്നത് ഭയം കൊണ്ടല്ല, മറിച്ച് ഇരയെ വീഴ്ത്താനുള്ള കൃത്യമായ സമയത്തിനുള്ള കാത്തിരിപ്പാണത്. വാഷിംഗ്ടണിലെ അധികാര കേന്ദ്രങ്ങളിൽ ഇരുന്ന് ഭീഷണികൾ മുഴക്കുന്നവർക്കും ടെൽ-അവീവിലെ ബങ്കറുകളിൽ ഒളിച്ചിരുന്ന് ഗൂഢാലോചന നടത്തുന്നവർക്കും ഇറാന്റെ ഈ നിശബ്ദത നൽകുന്ന സന്ദേശം മരണത്തിന്റെ തന്നെയാണ്. മുജ്തബ ഖമേനി ഒളിച്ചിരിക്കുകയല്ല, മറിച്ച് തന്റെ പിതാവിന്റെ രക്തത്തിന് പകരം ചോദിക്കാനും പശ്ചിമേഷ്യയിൽ നിന്ന് അധിനിവേശ ശക്തികളെ വേരറക്കാനുമുള്ള മഹാപ്രതികാരത്തിന്റെ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. ആ പ്രതികാരാഗ്നി അവിടെ പടരാൻ പോകുന്നു. അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകളോ ഇസ്രായേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളോ കണ്ട് മുട്ടുമടക്കുന്ന പാരമ്പര്യമല്ല ഇറാൻ ഉള്ളത് എന്ന് ലോകത്തിന് നന്നായിട്ട് അറിയാം. മുജ്തബ ഖമേനി റഷ്യയിലോ മറ്റൊരു രാജ്യത്തോ അഭയം തേടിപ്പോയി എന്ന പ്രചാരണം ശത്രുക്കളുടെ വെറും ദിവാസ്വപ്നമാണ്. അദ്ദേഹം ഈ മണ്ണിൽ തന്നെയുണ്ട്. ഇറാനിലെ ധീരമായ ജനതയ്ക്കും റവല്യൂഷണറി ഗാർഡ്സിനും ഇടയിൽ കരുത്തുറ്റ സാന്നിധ്യമായി അദ്ദേഹമുണ്ട്. തന്റെ രാജ്യത്തെയും ജനതയെയും പ്രതിസന്ധി ഘട്ടത്തിൽ ഉപേക്ഷിച്ച് കടന്നു കളയാമെന്ന ഭീരുക്കളല്ല ഇറാനിലെ നായകന്മാർ, മറിച്ച് ശത്രുവിന്റെ നെഞ്ചിലേക്ക് അവസാനത്തെ ആണിയടിക്കാനായി ഇറാന്റെ മണ്ണിൽ തന്നെ ചുവടുറപ്പിച്ചു നിൽക്കുന്ന പോരാളികളാണവർ. ഇസ്രായേൽ നടത്തുന്ന ഓരോ വ്യോമാക്രമണത്തിനും അമേരിക്ക നൽകുന്ന ഓരോ ഉപരോധത്തിനും പലിശ സഹിതം തിരിച്ചടി നൽകാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് മുജ്തബ ഖമേനി ഇപ്പോൾ. രഹസ്യ കേന്ദ്രങ്ങളിൽ ഇരുന്ന് അദ്ദേഹം നടത്തുന്ന ഓരോ കൂടിയാലോചനയും സാമ്രാജ്യത്വത്തിന്റെ അന്ത്യം കുറിക്കാനുള്ള പദ്ധതികൾ തന്നെ. ഇറാന്റെ പ്രതികാരം തീർക്കാൻ അദ്ദേഹം ഇവിടെ തന്നെയുണ്ട്. അത് വരാനിരിക്കുന്ന കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തത മാത്രമാണ്. ശത്രുക്കൾ ഭയപ്പെടുന്നത് പോലെ തന്നെ ഏറ്റവും അപ്രതീക്ഷിതമായ നിമിഷത്തിൽ ഏറ്റവും മാരകമായ രീതിയിൽ ആ പ്രതികാരം ജ്വലിച്ചുയരുക തന്നെ ചെയ്യും. എവിടെയാണ് മുജ്തബ ഖമേനി എന്ന ചോദ്യത്തിലേക്ക് വരാം. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമേനിയുടെ വിയോഗത്തിന് പിന്നാലെ ആ പദവിയിലേക്ക് എത്തിയ മുജ്തബ ഖമേനിയുടെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ വൈവിധ്യമാർന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 2026 ഫെബ്രുവരി അവസാന വാരം ടെഹ്റാനിലുണ്ടായ ശക്തമായ വ്യോമാക്രമണത്തിന് പിന്നാലെയാണ് അദ്ദേഹം പൊതുവേദികളിൽ നിന്ന് പൂർണ്ണമായും അപ്രത്യക്ഷനായത്. ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പ്രകാരം ശത്രുരാജ്യങ്ങളുടെ തുടർച്ചയായ നിരീക്ഷണവും ആക്രമണ ഭീഷണിയും നിലനിൽക്കുന്നതിനാൽ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അദ്ദേഹത്തെ ഒരു ഭൂഗർഭ ബങ്കറിലോ അല്ലെങ്കിൽ ടെഹ്റാനിലെ അതീവ സുരക്ഷിതമായ സൈനിക കേന്ദ്രത്തിലോ ആണ് താമസിച്ചിരിപ്പിക്കുന്നത് എന്നതാണ്. മാർച്ച് ആദ്യവാരം നടന്ന ഔദ്യോഗികമായ സ്ഥാനാരോഹണ ചടങ്ങിൽ പോലും അദ്ദേഹത്തിന് നേരിട്ട് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ പരിക്കുകളുടെ തീവ്രത കാരണമാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നത്. അദ്ദേഹം മരിച്ചു എന്ന തരത്തിലുള്ള ഊഹാപോഹങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് എങ്കിലും ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്നുള്ള ഓഡിയോ സന്ദേശങ്ങളും ഇന്റലിജൻസ് വിവരങ്ങളും സൂചിപ്പിക്കുന്നത് അദ്ദേഹം ജീവനോടെ ഉണ്ടെന്നും എന്നാൽ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ മാസങ്ങൾ എടുത്തേക്കുമെന്നുമാണ്. ഈ കാലയളവിൽ ഭരണപരമായ കാര്യങ്ങൾ ഒരു പ്രത്യേക കൗൺസിലിന്റെ സഹായത്തോടെയാണ് അദ്ദേഹം നിർവഹിക്കുന്നത് എന്ന് ലണ്ടൻ ആസ്ഥാനമായിട്ടുള്ള ഇറാൻ ഇന്റർനാഷണൽ പോലുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പൊതുജനങ്ങൾക്ക് മുന്നിൽ തത്സമയം പ്രത്യക്ഷപ്പെടാത്തത് ഭരണകൂടത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. എന്നിരുന്നാലും സൈനിക നേതൃത്വത്തിന്റെ കർശന നിയന്ത്രണത്തിൽ അദ്ദേഹം സുരക്ഷിതനാണ് എന്നും ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടാകുന്ന മുറയ്ക്ക് മാത്രമേ ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് ലോകത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയുള്ളൂ എന്നും വസ്തുനിഷ്ഠമായ റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നു. മുജ്തബ ഖമേനിയുടെ ഈ അപ്രത്യക്ഷമാകൽ ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും അന്താരാഷ്ട്ര ബന്ധങ്ങളിലും വലിയ അനിശ്ചിതത്വമാണ് നിലവിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷേ അതൊരു ഒളിച്ചോടലോ മാറി നിൽക്കലോ അല്ല, അദ്ദേഹത്തിന് ആവശ്യമായ വിശ്രമമാണ്. പുതിയ കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്തു തീർക്കാനുമുണ്ട്. ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമേനി റഷ്യയിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ് എന്ന പ്രചാരണങ്ങൾ വസ്തുതാവിരുദ്ധവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് ഇറാന്റെ ഔദ്യോഗിക വൃത്തങ്ങളും നയതന്ത്ര പ്രതിനിധികളും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ശത്രുരാജ്യങ്ങളുടെ ശക്തമായ സൈനിക ഭീഷണിയും വ്യോമാക്രമണങ്ങളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു രാജ്യത്തിന്റെ തലവൻ സുരക്ഷാ കാരണങ്ങളാൽ പൊതുവേദികളിൽ നിന്ന് മാറി നിൽക്കുന്നത് സ്വാഭാവികമായ ഒരു പ്രതിരോധ തന്ത്രം മാത്രമാണ്. അതിനെ മറ്റൊന്നുമായിട്ട് മെനയാൻ ആരും ശ്രമിക്കുകയും വേണ്ട. അദ്ദേഹം റഷ്യയിലാണ് എന്ന റിപ്പോർട്ടുകൾ തള്ളിക്കളഞ്ഞ ഇറാനിലെ റഷ്യൻ അംബാസഡർ അലക്സി ഡേഡോവ് മുജ്തബ ഖമേനി ഇറാനിൽ തന്നെയാണ് എന്നും ഭരണപരമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു വരികയാണെന്നും ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നിട്ടും പാശ്ചാത്യ മാധ്യമങ്ങൾ വിടുന്നില്ല. പലരും പറയുന്നത് അദ്ദേഹം മറ്റെവിടെയോ ആണ് എന്നാണ്. ഫെബ്രുവരി 28-ന് നടന്ന ആക്രമണത്തിൽ മുജ്തബ ഖമേനിക്ക് പരിക്കേറ്റു എന്നത് സത്യമാണെങ്കിലും അദ്ദേഹം വിദേശത്തേക്ക് കടന്നു എന്നത് രാജ്യത്തിന്റെ ആത്മവിശ്വാസം തകർക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള
വ്യാജ പ്രചാരണമാണെന്ന് ഇറാൻ അനുകൂല നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നിലവിൽ അദ്ദേഹം ഇറാനിലെ വിശുദ്ധ നഗരമായ ഖോമിലോ അല്ലെങ്കിൽ ടെഹ്റാനിലെ അതീവ സുരക്ഷിതമായ മറ്റൊരു കേന്ദ്രത്തിലോ ഇരുന്ന് ചികിത്സ തേടുകയും രാജ്യം നേരിടുന്ന യുദ്ധസമാനമായ സാഹചര്യങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. ഏപ്രിൽ 10 അദ്ദേഹം പുറത്തുവിട്ട ലിഖിത സന്ദേശങ്ങൾ താൻ സമാധാനം ആഗ്രഹിക്കുന്നുവെന്നും എന്നാൽ രാജ്യത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധനാണെന്നും വ്യക്തമാക്കുന്നതായിരുന്നു. അദ്ദേഹം ഭരണത്തിൽ സജീവമാണ് എന്നതിന്റെ തെളിവായിട്ട് ഭരണകൂടം ഉയർത്തി കാണിക്കുന്നത് ഇത് തന്നെയാണ്. റഷ്യയുമായി ഇറാനുള്ള അടുത്ത നയതന്ത്ര ബന്ധത്തെ തെറ്റായി വ്യാഖ്യാനിച്ചാണ് അദ്ദേഹം മോസ്കോയിൽ ചികിത്സയിലാണെന്ന വാർത്തകൾ പടച്ചുവിടുന്നത്. വ്ളാഡിമിർ പുടിൻ വൈദ്യസഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ടാകാമെങ്കിലും ഒരു വിദേശ രാജ്യത്തിരുന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ഭരണം നടത്തുന്നത് ആ രാജ്യത്തിന്റെ പരമാധികാരത്തിന് തന്നെ വിരുദ്ധമാണ്. അതൊരിക്കലും അദ്ദേഹം ചെയ്യുകയുമില്ല. അതുകൊണ്ട് തന്നെ സ്വന്തം മണ്ണിൽ നിന്നുകൊണ്ട് പ്രതിരോധ നിരയെ നയിക്കുക എന്ന പിതാവിന്റെ പാത തന്നെയാണ് മുജ്തബയും ഇവിടെ പിന്തുടരുന്നത്. സുരക്ഷാ ഭീഷണികൾ ലഘൂകരിക്കപ്പെടുന്ന മുറയ്ക്ക് അദ്ദേഹം പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്യുമെന്നും അതുവരെ ഇത്തരം കിംവദന്തികൾ തള്ളിക്കളയണമെന്നും തന്നെയാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം നൽകുന്ന ഔദ്യോഗിക വിശദീകരണം. മുജ്തബ ഖമേനിയുടെ നേതൃത്വത്തിൽ രാജ്യം സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്താനാണ് റവല്യൂഷണറി ഗാർഡ്സ് ഇപ്പോൾ മുൻഗണന നൽകുന്നത്. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ചെയ്തു കൂട്ടിയ തെറ്റുകൾക്ക് പ്രതികാരം ചെയ്യാൻ മുജ്തബ ഖമേനി ഇറാനിൽ തന്നെയുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.